ഹായ് പ്രിയപ്പെട്ടവരെ, സിസ്പ്രോസ്പിഡേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു ടൂർ പോയതാണ്. നമുക്ക് പനിയായിട്ട് ഞാൻ പോയിന്, അതിനെക്കാട്ടി പനിയായി പോവും. ബാക്കി അച്ഛൻ പറയട്ടെ. നമ്മൾ സ്കൂളിൽ നിന്ന് വയനാട്ടിൽ ടൂർ പോയി. അപ്പോൾ കുറേ സ്ഥലത്തായിട്ടാണ് പോയത്. ആ വീഡിയോ എല്ലാം ഒന്നിച്ചാക്കിയാൽ ഒരുപാട് ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് ഓരോ സ്ഥലത്ത് പോയത് ഒരു വീഡിയോ എന്ന രീതിയിലാണ് ഇടാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ബോസ് എന്ന ബസ്സിനാണ് പോയത്. അപ്പോൾ മട്ടന്നൂരുള്ള റിയാസ്, ഷംസുദ്ദീൻ ഇവരായിരുന്നു ഡ്രൈവർമാർ നല്ല രീതിയിൽ തന്നെ നമ്മളോട് ഒന്നിച്ച് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ. അങ്ങനെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ ബസ് കയറി. പ്രണഭാഷ ഇറങ്ങുന്നുണ്ട് ചുള്ളാൻ. അങ്ങനെ നമ്മള് കുട്ടികളെല്ലാം ചായ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്ന്. നമ്മള് കേളകത്താണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ചായ കുടിക്കേണ്ട തയ്യാറെടുപ്പിലാണ്. നല്ല ചൂടുള്ള ദോശ, അതുപോലെ ഇടിയപ്പല്ലാന്നുള്ളത്. അങ്ങനെ നമ്മളെ കുട്ടികളെല്ലാം നേരത്തെ ചായന്റെ കടി തിന്നു തുടങ്ങി. ഹായ് മക്കളെ, പാത്തി ചായ വേണ്ടത് കുറച്ച് ആൾക്കാരുണ്ട്. അവര് വെള്ളം കുടിക്കുന്നത്. ഹായ് ആഷ്ലി നീ വല്ലേടി ഇരുന്നിട്ട് തിന്നോണ്ടിക്കലാന്ന്. നമ്മൾ ടീച്ചർമാരിലിങ്ങനെ വാങ്ങിയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ചായയെല്ലാം കുടിച്ച് നമ്മൾ പുറപ്പെട്ട് കൊട്ടൂരമ്പലത്തിലേക്കുള്ള വഴിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്.
ഇതിന്റെ തലയില് പ്രണവാഷ് ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെടീനെ കൊണ്ടിടാ പഴശ്ശിക്കുടിയിരുന്ന് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. മാഷ് ടിക്കറ്റ് എടുക്കുന്ന കാഴ്ച നമ്മളിപ്പോ കാണുന്നത്. കുട്ടികളുടെ അപ്പുറം ലൈനായി നിന്നിട്ടുണ്ട്. റേപ്പ് സംരക്ഷിത സ്മാരകമാണ്. അപ്പൊ ഈ സ്മാരകം കേടുവരുത്തുകയോ ഇരുമാക്കുകയോ ചെയ്യുന്നവർക്കുള്ള ശിക്ഷയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായത്. അല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഇപ്പോൾ കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ അല്ലേ, വിദേശ ആധിപത്യത്തിനെതിരെ പോരാടിയ വ്യക്തിയാണ്. ഓക്കെ, ഹരിമാഷ് ഇതിനെപ്പറ്റി കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നമ്മളിപ്പം കണ്ടത്. ബ്രിട്ടീഷ് പട്ടാളത്തെ കിഴടേർപ്പിച്ച പഴശ്ശിരാജ കുടീരാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജ. രാശാരനും ടീച്ചറാറിലും ഇങ്ങനെ നടന്നിങ്ങോട്ട് വരുന്ന നമ്മള് കാണുന്നത്. ആ താഴോട്ടൊക്കെ എല്ലാവരും ഇറങ്ങി പോകുന്ന നമ്മൾ കാണുന്നത്. പ്രണവാഷുണ്ട് ഒന്നിച്ച്. പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട്, കുഞ്ഞാലി മരക്കാർ മ്യൂസിയം വടകര, ശക്തൻ തമ്പുരാൻ കൊട്ടാരം തൃശ്ശൂര്, ചുമർ ചിത്രകലാ മ്യൂസിയം തൃശ്ശൂര്, ജൂതപ്പള്ളി ചേന്നമംഗലം, ഹിൽ പാലസ് തൃപ്പൂണിത്തുറ, കൃഷ്ണപുര കൊട്ടാരം കായംകുളം, വേലുത്തമ്പി ദളവ മ്യൂസിയം മണ്ണടി, കൊട്ടാരക്കര തമ്പുരാൻ മ്യൂസിയം കൊട്ടാരക്കര, കോയിക്കൽ കൊട്ടാരം നെടുമങ്ങാട്, പത്മനാഭപുരം കൊട്ടാരം തക്കല, പഴശ്ശി ചാമരചരിത്രം. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിലുകളാണ് നമ്മളിവിടെ ചുമരിൽ പതിച്ചിട്ട് കാണുന്നത്. പഴശ്ശി കാലഘട്ടത്തിലെ വാൾ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ രീതിയിലുള്ള അമ്പുമ്പിലൊക്കെ കാണുന്നുണ്ട്. ഗോത്ര ഗ്യാലറി അതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ആ കാലഘട്ടത്തിലുള്ള ഉപകരണങ്ങളും വീടുമൊക്കെയാണ് നമ്മൾ കാണുന്നത്. വീട്ടുപകരണങ്ങളും വീടുമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് പുനഃസൃഷ്ടിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കണ്ട് ചരിത്രം പരിചയപ്പെടുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പൈതൃക ഗാലറിയാണ്. വിഷ്ണു ക്ഷേത്രം. നാണയ
ഗാലറി ഉണ്ട്. ചേര നാണയങ്ങൾ, ടിപ്പു സുൽത്താൻ നാണയങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യൻ നാണയങ്ങൾ. ഇത് കണ്ണൂർ നാണയങ്ങൾ, തലശ്ശേരി പണം, തിരുവിതാംകൂർ നാണയങ്ങൾ, യദുമാഷ് കുട്ടികളെല്ലാം ഫോട്ടോ എടുക്കുന്ന നമ്മളിപ്പോ കാണുന്നത്. നയന ടീച്ചർ എല്ലാരെയും സെൽഫി എടുക്കുന്ന നമ്മൾ കാണുന്നത്. പ്രണവാഷും യദുമാഷും എല്ലാരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഇപ്പൊ നമ്മൾ കാണുന്നത്. അങ്ങനെ പഴശ്ശിക്കുടീരം കണ്ട് ഇറങ്ങി നമ്മള് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടാൻ വേണ്ടി നോക്കുമെന്ന്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചർമാരായാലും മാഷന്മാരായാലും എല്ലാവരും പ്രായഭേദമന്യേ പ്രായപരിധിക്കനുസരിച്ചിട്ടല്ലാതെ കണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. നമ്മളെ ഹെഡ് മാഷ് വിനോദ് മാഷ് അടക്കം. അപ്പോൾ പിന്നെ ബാക്കി ആശ്ലേ പറയേണ്ടത് ആശ്ലേ പറയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.